നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടെ ആ ബെൽ ഐക്കണിൽ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഹലോ ഫ്രണ്ട്സ്, ട്രൂ മാർക്കറ്റിംഗ് ഗൈഡൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ പേര് അഭിജിത്ത്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് റിയൽമിയുടെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയ 5G ഫോണിന്റെ വിശേഷമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. റിയൽമിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ 5G ഫോണാണ് റിയൽമി 8S 5G. ഫോണിന്റെ ഡിസ്പ്ലേയുടെ ഭാഗത്തുമാണെങ്കിൽ 6.5 ഇഞ്ച് ഫുൾ HD പ്ലസ് LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ റിഫ്രഷ് റേറ്റ് വന്നിരിക്കുന്നത് 90 നിറ്റ്സ് ആണ്. മാത്രമല്ല അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് സംവിധാനം കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോണിന്റെ മാക്സിമം ബ്രൈറ്റ്നസ് വന്നിരിക്കുന്നത് 600 നിറ്റ്സ് ആണ്. ഫോണിന്റെ ക്യാമറയുടെ ഭാഗത്തുമാണെങ്കിൽ പിറകിലായി 3 ക്യാമറ കൊടുത്തിരിക്കുന്നു. 64 മെഗാ പിക്സൽ മെയിൻ ക്യാമറ, അതുപോലെ തന്നെ 2 മെഗാ പിക്സൽ പോർട്രേറ്റ് ലെൻസ്, അതുപോലെ തന്നെ 2 മെഗാ പിക്സൽ മാക്രോ ലെൻസ് കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുൻഭാഗത്ത് സെൽഫി ക്യാമറ വന്നിരിക്കുന്നത് 16 മെഗാ പിക്സൽ ആണ്. അതും പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആയിട്ടാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ഫോണിന്റെ പെർഫോമൻസ് സൈഡിൽ നിന്ന് നോക്കിയാൽ MediaTekന്റെ 810 എന്ന ചിപ്സെറ്റാണ് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല ലോകത്തിൽ തന്നെ ആദ്യമായിട്ടാണ് 810 ചിപ്സെറ്റ് ഉപയോഗിച്ച ഫോണായി ഈ റിയൽമി 8S 5G മാറിയത്. അതുപോലെ ആൻഡ്രോയിഡ് ലെവലിൽ അധിഷ്ഠിതമായിട്ടാണ് ഈ ഫോൺ പ്രവർത്തിക്കുന്നത്. ഇതിന്റെ iOS വന്നിരിക്കുന്നത് റിയൽമി UI ആണ്. ഫോണിന്റെ റാം ടൈപ്പ് വന്നിരിക്കുന്നത് LPDDR4X റാം ആണ്. അതുപോലെ തന്നെ സ്റ്റോറേജ് ടൈപ്പ് വന്നിരിക്കുന്നത് UFS 2.1 ആണ്. മാത്രമല്ല റാം ഹൈ വേരിയന്റ് ഫീച്ചറും കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമെങ്കിൽ 2GB മുതൽ 5GB വരെ നമുക്ക് സ്റ്റോറേജിൽ നിന്നും കടമെടുത്ത് റാമായി ഉപയോഗിക്കാവുന്നതാണ്. ഈ മൊബൈൽ 5G മൊബൈൽ ആയതുകൊണ്ട് തന്നെ 7ഓളം 5G ബാൻഡുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് ഫീച്ചേഴ്സായ വൈഫൈ കോളിംഗ്, OTG സപ്പോർട്ട്, ബ്ലൂടൂത്ത് വേർഷൻ 5.1 ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഫോണിന്റെ വലതുവശത്ത് നോക്കിയാൽ പവർ ബട്ടൺ കാണാം. പവർ ബട്ടൺ തന്നെയാണ് ഫിംഗർ പ്രിന്റ് സംവിധാനം കൊടുത്തിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ സൈഡ് മൗണ്ട് ഫിംഗർ പ്രിന്റ് ആണെന്ന് പറയാം. ഇടതുവശത്ത് നോക്കിയാൽ വോളിയം റോക്കേഴ്സും അതുപോലെ തന്നെ സിം ട്രേയും കാണാം. സിം ട്രേ വന്നിരിക്കുന്നത് ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് ആണ്. അതുകൊണ്ട് തന്നെ ഒരേ സമയം 2 സിമ്മും ഒരു മെമ്മറി കാർഡും ഉപയോഗിക്കാവുന്നതാണ്. ഫോണിന്റെ മുകൾ വശത്തേക്ക് വരുമ്പോൾ സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്ക് കാണാം. അതുപോലെ തന്നെ താഴെ നോക്കിയാൽ സ്പീക്കർ ഗ്രിൽ, ടൈപ്പ് സി ചാർജർ സ്പോട്ട്, മൈക്ക്, അതുപോലെ തന്നെ 3.5mm ഓഡിയോ ജാക്കറ്റും കാണാവുന്നതാണ്. ഫോണിന്റെ ബാറ്ററിയുടെ ഭാഗത്തു നിന്നുമാണെങ്കിൽ 5000 mAh ലിഥിയം പോളിമർ ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. അതിനായി ചാർജിങ്ങിനായി 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ് കൊടുത്തിരിക്കുന്നു. അത് ഫോണിന്റെ ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ വെയിറ്റ് വന്നിരിക്കുന്നത് 191 ഗ്രാം ആണ്. ഈ മൊബൈലിൽ 2 കളർ ലഭ്യമാണ്, യൂണിവേഴ്സൽ ബ്ലൂ അതുപോലെ തന്നെ യൂണിവേഴ്സൽ പർപ്പിൾ വൈറ്റ്. മാത്രമല്ല ഇത് 2 വേരിയന്റ് ലഭ്യമാണ്. 6GB റാം 128GB സ്റ്റോറേജ്, അതുപോലെ തന്നെ 8GB റാം 128GB സ്റ്റോറേജ്. ഈ മൊബൈൽ നമുക്ക് ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ വാങ്ങാവുന്നതാണ്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അതിൽ കയറി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്.